ഹലോ ഗൈസ്, അപ്പോൾ ഇതെന്റെ ആദ്യത്തെ സോളോ ട്രിപ്പാണ്. അപ്പോൾ എങ്ങോട്ടാ പോകേണ്ടതെന്ന് ഞാൻ ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ഡേ. അപ്പോൾ എല്ലാവരും കമന്റ് അടിക്കുക എങ്ങോട്ടാ പോകേണ്ടത്, നമുക്ക് അങ്ങോട്ടേക്ക് പിടയ്ക്കാം. അപ്പോൾ ബാക്കി വീഡിയോ ഒക്കെ സെറ്റാക്കാം. എൻ്റെ ബാഗ് ഇതാണ്, പിന്നെ ഒരു സൈഡ് ബാഗ് ഉണ്ട് ഈ. അപ്പോൾ നോക്കാം എങ്ങോട്ടാ പോകുന്നത്. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. പക്ഷേ ട്രെയിനിൽ കയറി സീറ്റൊന്നും കിട്ടിയിട്ടില്ല. ജനറൽ വേണം പോകാൻ. ഞാൻ സ്ലീപ്പറിലുള്ള ചെറിയ ടാസ്ക് ഉണ്ട്. നമ്മളെ ബാഗ് പൊട്ടി. ട്രെയിൻ വന്നപ്പോൾ ചാടി എണിച്ചപ്പോഴത്തേക്കും സാധനം പൊട്ടിപ്പോയി. നമുക്ക് ഒരു വള്ളി മാത്രമേ ഉള്ളൂ. ഇനി ബാഗ് നമുക്ക് പോകുന്ന വയ്ക്കുന്നത് അതുവരെ അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പം ഈ ഒറ്റ വള്ളിയേ ഉള്ളൂ, നമുക്ക് വേറെ വള്ളിയില്ല ഗൈസ്. നമുക്ക് എൻ്റെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ ഇവിടെ ഒരു ചെറിയൊരു ഓട്ടം ഇട്ടാൽ ഈ രണ്ട് ഇത് കൂടി ഇട്ടാൽ എനിക്ക് തോന്നുന്നത് കറക്റ്റ് കിട്ടും തോന്നുന്നു. ഈ ഭാഗത്താണ് വരുന്നത്. ഇവിടെ ഒരു ഓട്ടം ഇട്ടാൽ നമ്മളെ ബാഗ് സെറ്റായി. അങ്ങനെ നമ്മളെ ബാഗ് സെറ്റായിട്ടുണ്ട്. ബാഗ് ഞാൻ ഇവിടെ കെട്ടിയിട്ടുണ്ട്. ഭാഗത്ത് ഓട്ടോ വിളിച്ച് ഒരു കെട്ട് കെട്ടിയിട്ടുണ്ട്. നമ്മുടെ ബാഗ് ഉപയോഗിക്കാം, സീനില്ല. എല്ലാ തടസ്സങ്ങളും വന്നാൽ നമ്മൾ ഇതുവരെ സീറ്റ് കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ ഷൊർണൂറിൽ നിന്ന് ചിലപ്പോൾ ഒരു ടി ടി കയറുന്നുണ്ട്. ആ ടി ടി കയറിയിട്ട് അവിടെ RST കിട്ടിയാൽ നമുക്ക് സീറ്റ് കിട്ടും. എങ്കിൽ ഞാൻ ജനറൽ ഒരു ബായിനോട് സീറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബായി പറഞ്ഞിട്ടുണ്ട് വേറെ ആരും ഇരിക്കുന്നതൊക്കെ പറഞ്ഞ് ബായി അവസാനം സീറ്റ് വരാമെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഷൊർണൂർ എത്തിയിട്ട് നമുക്ക് RST ഒന്നും കിട്ടിയില്ലെങ്കിൽ നേരെ നമ്മൾ ജനറലിൽ പോയിട്ട്, നമുക്ക് സ്ലീപ്പറിൽ എന്തായാലും സീറ്റ് കിട്ടില്ല. അപ്പോൾ നമുക്ക് ജനറലിൽ തന്നെ കിടക്കാതെ വെച്ചു. അപ്പോൾ എവിടെയാണ് സീറ്റൊക്കെ ഉണ്ട്. നമുക്ക് സ്വന്തമായിട്ട് ബാഗ് ഒക്കെ സ്ഥലം, ബേക്കിലൊക്കെ സ്ഥലം, സ്വന്തമായിട്ട് ചാർജിങ് പോർട്ട്, 3 ഫാന്, ഒന്നല്ല 3 ഫാന്. പിന്നെ ഇത് മൊത്തം ബായിമാരിലുണ്ട്, പഞ്ചാബികൾ. അവർ പിന്നെ എവിടെ ഇറങ്ങുന്ന എന്നോട് പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. അപ്പൊ അങ്ങനെയാണ്. വേറെ സീനൊന്നുമില്ല, ഇപ്പൊ തിരക്കൊന്നുമില്ല. സുഖത്തിൽ ഇങ്ങനെ കിടന്നു പോവാ. ഞാനും എൻ്റെ പഞ്ചാബി അപ്പാപ്പനും കൂടി ഒരുമിച്ച് ഒലക്കപ്പുറത്തും ഒരുമയുണ്ട് ഒലക്കപ്പുറത്തും കിടക്കാന്ന് പറയുന്നത് രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കുന്നു. അപ്പൊ നമ്മളെന്തൊക്കെ പുറത്തു പോകുമ്പോൾ എന്തൊക്കെ ബ്രെഡ്, പീനട്ട് ബട്ടറിൻ്റെ ജാം ഇതൊക്കെ വാങ്ങി വെച്ചാൽ നമുക്ക് അത്രയും പൈസ ലാഭമാണ്. വെറുതെ ഈ അണ്ട ബിരിയാണി ഈ സാധനമൊക്കെ കഴിച്ചിട്ട് പിന്നെ കക്കൂസ് എഴുന്നേക്കാൻ നേരം ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ വാങ്ങി തിന്നാൽ നമുക്ക് വലിയ സീൻ ഉണ്ടാവില്ല. ഭക്ഷണത്തിന് ഭക്ഷണമായി ഇഷ്ടംപോലെ കഴിക്കുകയും ചെയ്യുക, ഒരു പ്രശ്നമില്ല. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഒരു 6 ബ്രെഡ്, അതേപോലെ തന്നെ പീനട്ട് ബട്ടർ കഴിച്ചാൽ തന്നെ നമ്മൾ വയറ് സെറ്റായി. കാരണം ഉച്ചയ്ക്ക് ഞാൻ ബിരിയാണി കഴിച്ച് വയറ് ലോഡാക്കിയോണ്ട് രാത്രി ഇത് കഴിച്ചാൽ മതി, സെറ്റാ. 2 പീനട്ട് ബട്ടർ വാങ്ങണം. അപ്പോൾ കണക്ക് തെറ്റിപ്പോയി ഗ്യാസ്. നമ്മൾ 2 പീനട്ട് ബട്ടറാണ് വാങ്ങേണ്ടത്. അപ്പോൾ പീനട്ട് ബട്ടർ ബാക്കിയുണ്ട്, ഇത്ര എടുത്തിട്ടുള്ളൂ. ഇനി അതേപോലെ അടച്ചു വെക്കുക. ഇതാണ് നമ്മളെ രാത്രിത്തെ ഫുഡ്. 4 നമ്മൾ ഗോതമ്പ് ബ്രെഡാണ് വാങ്ങിയത്. അപ്പോൾ സെറ്റാണ് സാധനം, വേഷമില്ല. ഒറ്റക്കൊരു ഇതൊക്കെ വാങ്ങിയാൽ നമുക്ക് സുഖമായിട്ട് അണ്ട ബിരിയാണിക്ക് 100 രൂപേൻ്റെ കൊടുക്കുന്നത് 55 രൂപേൻ്റെ ബ്രെഡ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു 3 നേരം ഇരുന്ന് സുഖത്ത് കഴിക്കാം. ആണെങ്കിൽ ഇപ്പം പീനട്ട് ബട്ടർ കഴിക്കാൻ പറ്റില്ലെങ്കിൽ വെജ് മയോണൈസ് വാങ്ങാം. പിന്നെ സവോള വാങ്ങി പെട്ടെന്ന് കേടായി പോകും. അപ്പോൾ ഒരു ചെറിയുള്ളിയും തക്കാളിയും അങ്ങനത്തെ സാധനം, കുറച്ച് പച്ചക്കറിയും അതും വാങ്ങി നേരെ കവറിലിട്ട് കയറുക. അപ്പോൾ അത് എൻ്റെ കത്തിയൊക്കെ ഉണ്ട്. അപ്പോൾ കത്തിയൊക്കെ എടുത്ത് അരിഞ്ഞ് കഴിക്കാം നമുക്ക്. ഇപ്പോൾ രാത്രിയല്ലേ, അപ്പോൾ ഹെവി ആയിട്ട് ഫുഡ് കഴിക്കണ്ട. അപ്പോൾ നമുക്ക് ജസ്റ്റ് പീനട്ട് ബട്ടറും ബ്രെഡും. ഗോതമ്പ് കൊണ്ട് പെട്ടെന്ന് കേടാവും, 3 ദിവസമേ ഉള്ളൂ. നേരെ ആട്ടേൻ്റെ ബ്രെഡ് 5 ദിവസം കിട്ടും. അപ്പോൾ ഇത് 1-ാം തീയതി തീരും. അതേപോലെ ആട്ടേൻ്റെ ബ്രെഡ്, പക്ഷേ ആട്ടേൻ്റെ അല്ല മൈദേൻ്റെ ബ്രെഡ് 4-ാം തീയതി തീരും. അപ്പോൾ ആദ്യം ഗോതമ്പ് ബ്രെഡ് തിന്ന് തീർക്കണം. നമ്മൾ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട്, നേരെ കിടന്നുറങ്ങാൻ പോവുകയാണ്. ഇനിയിപ്പോൾ നാളെ രാവിലെ അടുത്ത വീഡിയോ.